ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ ഡോക്ടർ അംബേദ്കർ പ്രത്യയശാസ്ത്രപരമായി തന്നെ ഏറ്റവും ശക്തമായി ഉപയോഗിച്ച സങ്കേതങ്ങളിലൊന്നായിരുന്നു മിശ്രവിവാഹം. ദളിത് പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ഒരു അംബേദ്കറുടെ ഒരു കാലഘട്ടത്തിലാണ് ഈ മാരേജ് മിശ്ര വിവാഹം എന്ന് പറയുന്നൊരു പരിഷ്കരണ ശ്രമമായിട്ട് കൊണ്ടുവരുന്നത്. അത് പ്രധാനമായിട്ടും പ്രശ്നവൽക്കരിക്കുന്നത് ജാതീയത എന്നാണ്. ജാതീയത ഒരർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ വളരെയധികം അസന്തുലിതമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാതി നിർമൂലനത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യൻ അവസ്ഥയിലൊരു മാറ്റം ഉണ്ടാകൂ എന്നാണ് അംബേദ്കർ ഊന്നിയത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം അത് പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഹിന്ദു മത പ്രശ്നവൽക്കരണം തന്നെ വരുന്നത് ഈ ജാതി നിർമൂലനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ഒന്ന് അംബേദ്കർ പറയുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദു മതം പ്രാവർത്തികമാകുന്നത്, അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കേന്ദ്രീകൃതമായ മതം പ്രാവർത്തികമാകുന്നത് ഈ മിശ്ര വിവാഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിവാഹത്തിലെ ഒരു ഏകകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സത്ത നിലനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് വ്യവഹാരത്തിൽ ഒരർത്ഥത്തിൽ ഈ മിശ്ര വിവാഹത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രാഹ്മണ കേന്ദ്രീകൃതമായൊരു വ്യവഹാരം കടന്നു വരുന്നതോടുകൂടി ഈ രക്തത്തെ സംബന്ധിച്ചുള്ള ഒരു പ്യൂരിഫിക്കേഷൻ, അതുപോലെ തന്നെ ശുദ്ധീകരണം, ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് പൊതുവെ ഈ ജാതിയെ അതുപോലെ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രാഹ്മണ മതം ആദ്യം ചെയ്ത ഒരു കാര്യം ഇന്ത്യൻ വ്യവസ്ഥയ്ക്കകത്ത്, ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കകത്ത് ഈ സഗോത്ര വിവാഹത്തെ കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹം, മറ്റു ഗോത്രങ്ങളിലെ വിവാഹം തടയണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ജാതി നിർമൂലന ഉപാധികളുടെ പ്രധാനപ്പെട്ട ഒരു വഴിയായി മിശ്രവിവാഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് പ്രധാന ചോദ്യം. ഇങ്ങനെ അതിന് കാരണം ജാതി ബാഹ്യമായ ഒരു ജാതിയിൽ നിന്ന് പുറത്തേക്കുള്ള വിവാഹത്തെ നിരോധിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നതാണ്. ഇങ്ങനെ നിലനിൽക്കുന്ന ജാതിയെ മറികടക്കാനും തകർക്കാനും വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ നീക്കം എന്ന രീതിയിലാണ് മിശ്രവിവാഹം ആവിഷ്കരിക്കപ്പെടുന്നത്. കേരളത്തിൽ 1920 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സഹോദര സംഘം ആണ് മിശ്ര വിഭോജനത്തെയും മിശ്ര വിവാഹത്തെയും ജാതിക്കെതിരായുള്ള ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെയുള്ള ചരിത്രപരമായ സംഘർഷങ്ങൾ വളരെ രസകരമായ ചില തിരിച്ചറിവുകൾ നൽകുന്നതാണ്. മിശ്രഭോജനത്തെ സഹോദരൻ അയ്യപ്പന് വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പാക്കാൻ, സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ താരതമ്യേന വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞപ്പോഴും മിശ്ര വിവാഹത്തെ ഒരു പ്രായോഗിക പദ്ധതി എന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമായിട്ടില്ല. ദളിത് സമൂഹം പ്രത്യയശാസ്ത്രപരമായി തന്നെ മിശ്രവിവാഹങ്ങളെ ജാതിക്കെതിരെ മുന്നോട്ട് വെക്കുമ്പോൾ ജാതി കേന്ദ്രീകൃതമായ പൊതുസമൂഹം ഇന്ത്യൻ ചരിത്രകഥയെ അവയെ ഹൈജാക്ക് ചെയ്യുന്ന വർത്തമാനകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നോക്കുമ്പോൾ അത് ഒരു സാമൂഹിക നവീകരണത്തിൻ്റെ അല്ലെങ്കിൽ ജാതി നിർമൂലനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് കീഴാള ജനത അല്ലെങ്കിൽ ദളിത് ജനത മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മിശ്രവിവാഹം തന്നെയാണ്. അത് മിശ്രവിവാഹം ജാതിയെ തകർക്കുമെന്ന് തന്നെയാണ് കീഴാളരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഒരു സൈദ്ധാന്തികമായ രീതിയിലും പ്രായോഗികമായ രീതിയിലും മിശ്രവിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഉണ്ടാകുന്നത്.
പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഒരു പരിണാമം എന്ന് പറയുന്നത് ഈ ജാതി കേന്ദ്രീകൃതമായ ഒരു സ്വത്വത്തിലേക്ക് തന്നെ അതിനെ കൊണ്ടുപോകാനുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ബലപ്രയോഗം, നിയമപരമായിട്ടും ബലപ്രയോഗം നടക്കുന്നതായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ കീഴാളരുടെ ഇടയിൽ നിന്ന് ഒരുപാട് മിശ്രവിവാഹങ്ങൾ വരുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ മിശ്രവിവാഹത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പുരുഷൻ്റെ ഒരു ജാതിയിൽ തന്നെ അറിയപ്പെടുക എന്നുള്ളൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അത് ഒരർത്ഥത്തിൽ ജാതിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഒരർത്ഥത്തിൽ ഇത് മിശ്രവിവാഹം എന്ന് പറയുന്നത് ഒരു വളരെ വിമോചനാത്മകമായൊരു സങ്കല്പമാണ്. പക്ഷെ അത് തടയുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇതിൻ്റെ അകത്ത് തന്നെ പ്രയോഗിക്കുന്നുണ്ട്, സമൂഹത്തിൻ്റെ അകത്ത് തന്നെ പ്രയോഗിക്കുന്നുണ്ട്, ഭരണകൂടത്തിൻ്റെ അകത്തുനിന്ന്, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെ അകത്തുനിന്ന്. പ്രസ്ഥാനങ്ങളൊരു മൂവ്മെൻ്റായിട്ട് ഇതിനെ കൊണ്ടുപോകുന്നില്ല. പ്രബലമായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഇതൊരു വളരെ വിമോചനത്തിൻ്റെ ഒരു സാധ്യത ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. സോഷ്യലിസ്റ്റ്, മാർക്സിസ്റ്റ്, ദേശീയവാദ പ്രസ്ഥാനങ്ങൾ മിശ്ര വിഭജനത്തെ കണ്ടതിലുള്ള പരിമിതി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യമായി ജാതിയെ ഇവ അല്ലെങ്കിൽ മതത്തെ അല്ലെങ്കിൽ സാമുദായിക രൂപങ്ങളെ എങ്ങനെ കണ്ടു എന്ന് പറയേണ്ടതുണ്ട്. ജാതിയെ അല്ലെങ്കിൽ മതത്തെ മാർക്സിസ്റ്റ് ദേശീയവാദ പ്രസ്ഥാനങ്ങൾ കേവലമായ ആധുനിക പൂർവ്വ ശീലങ്ങളായാണ് കണ്ടത്. അതായത് മാർക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിസ്ഥാന വൈരുദ്ധ്യമായ വർഗവൈരുദ്ധ്യം, അതായത് സാമ്പത്തിക വൈരുദ്ധ്യം മാറുമ്പോൾ പൂർണ്ണമായി ഇല്ലാതാവുന്ന ഒന്നായാണ് ജാതിയെയോ മതത്തെയോ മാർക്സ് കണ്ടത്. പക്ഷേ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ദേശീയ പ്രസ്ഥാനങ്ങൾ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ജാതിയെയോ മതത്തെയോ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സംഘർഷങ്ങളെയും അധികാരബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന മുഖ്യ ഗണം എന്ന രീതിയിലാണ് കാണുന്നത്. മാർക്സിസ്റ്റ് ദേശീയവാദ പ്രസ്ഥാനങ്ങൾ ജാതിയെ കേവലം വ്യക്തിബന്ധങ്ങളിലാണ് വിവാഹത്തെ മനസ്സിലാക്കാനും പ്രായോഗികവൽക്കരിക്കാനും ശ്രമിച്ചത്. അതായത് ഒരു പുലയ ജാതിയിൽപ്പെട്ട ഒരു പുരുഷനും ഒരു ഈഴവ ജാതിയിൽപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള വിവാഹം അവരുടെ സമുദായങ്ങളെ സവിശേഷമായി അഭിസംബോധന ചെയ്യാതെ നടക്കുമ്പോൾ തന്നെ വിപ്ലവം നടന്നു എന്ന ഒരു ധാരണയാണ് ഇതിൽ പുലർത്തിയത്. പക്ഷേ ഈ വിവാഹം നടക്കുമ്പോഴും മറുപുറത്ത് സമുദായങ്ങൾ അവയുടെ ഈഴവ സമുദായമായിക്കോട്ടെ, പുലയ സമുദായമായിക്കോട്ടെ, നായർ, സിറിയൻ, ക്രിസ്ത്യൻ, വ്യത്യസ്ത മതങ്ങളായിക്കോട്ടെ അവരുടെ അധീശാധികാരം തുടരുകയാണ് ചെയ്യുന്നത്. മിശ്രവിവാഹം കേവലം മനുഷ്യ കല്യാണങ്ങളായും അവ മനുഷ്യസ്നേഹത്തിൻ്റെയും ഉദാരതയുടെയും പേരിൽ മാത്രം വായിക്കപ്പെടേണ്ടവയല്ല, മറിച്ച് മറ്റു ചില വായനകളും അവ ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ മിശ്രജാതി വിവാഹങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മിശ്രവിവാഹങ്ങൾ പലപ്പോഴും തുല്യ സാമൂഹ്യ പദവി പങ്കുവയ്ക്കുന്ന വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള ഉടമ്പടിയായാണ് മാറുന്നത്.